കേരളത്തിലെ ചില ജില്ലകളിൽ പ്രളയ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നടത്തിയിട്ടുണ്ട്. മഴ അതിശക്തമായി മഴയുമുണ്ട്. പിണറായി വിജയൻ വീണ്ടും നെതർലാൻഡിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു. പ്രളയം വരാതിരിക്കാൻ ഡച്ച് മാതൃക പഠിക്കാനായി വീണ്ടും നെതർലാൻഡിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. പ്രളയത്തെ ഭയന്നോടുന്നു എന്നും പറയുന്നുണ്ട്. ഈ ഇടയ്ക്ക് വല്ലതും പഠിച്ചിട്ട് കേരളത്തെ ശരിയാക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടാവുമോ പിണറായിക്ക്? അല്ല, ഇത് വലിയ തമാശ ഉള്ള ഒരു ചോദ്യമായി മാറുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു ആക്ഷേപഹാസ്യമാണ്. കാരണം ഈ സർക്കാർ എന്ന് പറയുന്നത് പ്രളയത്തിന് മുൻപ് എങ്ങനെ പ്രളയത്തെ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിപാടികൾ നിർവഹിക്കണം എന്നത് പഠിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് എല്ലാവരും ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് ഉയർത്തുന്ന ഒരു ആരോപണം ആയിട്ട് മാറി. കാരണം നമ്മളുടെ ആരുടെയും നിയന്ത്രണത്തിലല്ല പ്രളയം എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രളയത്തിൽ ശരിയാണ് മനുഷ്യനിർമ്മിത പ്രളയം എന്ന് പറയുന്നതിന് കാരണം, അല്ലെ അത്തരം പ്രളയമായിട്ടത് മാറി എന്നുള്ളതിന് കാരണങ്ങളുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജലസംഭരണികളിലുള്ള ജലം ഉപയോഗിക്കുന്ന സമയത്ത് കേരളത്തിലെ ഇലക്ട്രിസിറ്റി വിപണി ഒരു കാഴ്ചപ്പാടേ ഉണ്ടായിരുന്നു. അവരുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണമുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജലം പിടിച്ചു വെച്ച് പണമുണ്ടാക്കുന്ന ഒരു പ്രക്രിയ അവർ നിർവഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വർഷമായി കഴിഞ്ഞാൽ, കാലവർഷമായി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ജലസംഭരണികളിൽ പകുതിയിൽ താഴെ മാത്രമേ ജലം വെച്ചുകൊണ്ടിരിക്കാൻ പാടുള്ളൂ എന്ന് ശാസ്ത്രീയമായിട്ടുള്ള നിർദ്ദേശം അവർക്ക് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ അവരെപ്പോഴും ഈ ലാഭത്തിൻ്റെ പുറകെ നടക്കുന്ന സമയത്ത് ഈ വെള്ളം വെച്ച് അവർ ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും കാലവർഷം വരുന്ന സമയത്ത് ശാസ്ത്രീയമായിട്ട് എത്രമാത്രം പറയുന്നുണ്ടോ അതിനേക്കാൾ വളരെ കൂടുതൽ ജലമുണ്ട്. ഇത്തവണത്തെ പ്രശ്നം അതിനാണ്. ഇത്തവണ വളരെ കൂടുതൽ ജലസംഭരണികളിൽ ഇപ്പോൾ ഉണ്ട്. അത് കുറച്ച് മുമ്പ് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു, വൈദ്യുതി നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ച് അത് ഒഴിച്ചു കളയാമായിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്രളയത്തിൻ്റെ ഒരു കാലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രളയം വരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത്. മാത്രമല്ല, ആളുകൾക്ക് പോലും അങ്ങനത്തെ ഫീൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നലത്തെയും അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ മഴ നോക്കും, മഴ ഇങ്ങനെ നിന്ന് പെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സ്ഥിരമായി ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഇടങ്ങളിലും വെള്ളം നിറയുകയും ഇനി ഇതിങ്ങനെ തുടർന്ന് കുറേ കഴിയുന്ന സമയത്ത് നമ്മളുടെ ഈ കടലിലെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഉയരും. അത് ശരിക്കും പറയാൻ വേലിയേറ്റത്തിൻ്റെയും വേലിയിറക്കത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. പഴയ കാലത്തെ ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വെള്ളം ഇങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ വെള്ളം പിന്നെ കടലിലേക്ക് വലിയില്ല. ഈ സമയത്ത് നമ്മുടെ ജലസംഭരണികൾ തുറന്നു വിട്ടാൽ പ്രളയമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്കാണത്. അങ്ങനെ സംഭവിക്കാതിരിക്കേണ്ടതാണ് എന്ന് എല്ലാവരും പറയാറുണ്ടെങ്കിലും ഇവരൊന്നും ചെയ്യുന്നില്ല. അതിന് പകരമായിട്ടാണ് നെതർലാൻഡിലേക്ക് നമ്മളുടെ ഉദ്യോഗസ്ഥന്മാരെയും അതേപോലെ മുഖ്യമന്ത്രിയൊക്കെ പഠനത്തിനൊക്കെ പോകുന്നു. അങ്ങനെ പോയിട്ട് എന്താണ് അതിൽ നിന്ന് പഠിച്ചത്, എന്താണ് അവർ ഇവിടെ അത് നടപ്പിലാക്കിയത്, അത് നമുക്കറിയില്ല എന്നുള്ളതാണ്. നെതർലാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് സമുദ്രനിരപ്പിൽ നിന്ന് താഴെയുള്ള ഭൂപ്രദേശമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഏത് സമയത്തും വെള്ളം കയറാം. നമ്മളുടെ ഇവിടെ കുട്ടനാട് പോലത്തെ ഒരു സ്ഥിതി അതിനുണ്ട്. ശരിക്കും പറയാം, കുട്ടനാട് എപ്പോഴും എന്താണ് വെള്ളത്തിനടിയിലുള്ള ഒരു പ്രദേശമാണ്. അവിടെ നമ്മുടെ പഴയ കാലത്തെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ കൊണ്ടുവന്ന സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മട കെട്ടി അവിടെ കൃഷി ഇറക്കിയിരുന്നൊക്കെ ആ മടവീഴ്ചകളായിരുന്നു പലപ്പോഴും അവിടെ പ്രളയം കൊണ്ടുവന്നിരുന്നത്. അത് അവരുടേതായിട്ടുള്ള ഒരു പാഠമാണ്, അവർ പഠിച്ച പാഠമാണ്. ആ പാഠത്തെ നമുക്ക് ഉൾക്കൊള്ളാനും അതിനെ അനുസരിച്ച് മുന്നോട്ട് പോകാനും കഴിയാത്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ സ്ഥിരമായ ഒരു പ്രളയത്തിലാണ്. അതായത് കുട്ടനാട് എപ്പോഴും വെള്ളത്തിലാവുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ പോകുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന ഒരു പ്രദേശം എന്ന നിലക്ക് നെതർലാൻഡ് അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പഠിക്കാൻ പോകുന്നത് നല്ലതാണ്. പക്ഷെ നമ്മളത് പഠിച്ചോ, നമുക്കതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇല്ല എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്കറിയില്ല അല്ലേ? പോയ ആളുകൾക്ക് ഗുണമുണ്ടായി എന്ന് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. എന്ന് വെച്ചാൽ അവർക്കൊരു ടൂറിസം, അവർക്കൊരു വിനോദയാത്ര, അതിനപ്പുറത്ത് ഒന്നും തന്നെ ആളുകൾ അതിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രളയം വരാൻ പോകുന്ന സമയത്തും ആളുകൾ ചോദിക്കുകയാണ്, പിണറായി പോയോ? എങ്ങോട്ട്? നെതർലാൻഡിലേക്ക് എന്ന് സാധാരണ ചായക്കടയിലിരുന്ന ആളുകൾ ചർച്ച ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ സർക്കാർ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ അതിൻ്റെ ഗൗരവം, അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ ജാഗ്രത കൃത്യമായിട്ട് പരിപാലിച്ചില്ല എങ്കിൽ ആളുകളിങ്ങനെ അതിനെ പരിഹസിച്ചുകൊണ്ടിരിക്കും. പരിഹാസത്തിനപ്പുറം ഉണ്ട്. നമ്മുടെ ഈ വിഷയം വളരെ ഗൗരവമുള്ളവരാണ്. തീർച്ചയായിട്ടും ഈ പ്രളയ മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പൊ നേരത്തെ ഉരുൾപൊട്ടലിന്റെ മുന്നറിയിപ്പ് നൽകാത്തതിന്റെ അപാകതകളാണ് വയനാട് കണ്ടതെന്നൊക്കെ പറഞ്ഞു.
ഒരു മുന്നറിയിപ്പ് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ജനങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾ ആ മുന്നറിയിപ്പ് നൽകുകയാണ്, ഇന്ന ഇന്ന പ്രദേശങ്ങളിൽ വെള്ളം കൂടാനും ഉയരാനും ഒക്കെ സാധ്യതയുണ്ട്, പ്രളയം വരാൻ സാധ്യതയുണ്ട്. ഇത് പറഞ്ഞാൽ ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അല്ല, ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ റെഡ് അലർട്ട് അല്ലേ, യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജാഗ്രത സന്ദേശം കൊടുക്കും. ജാഗ്രത സന്ദേശത്തിനനുസരിച്ച് ജനങ്ങൾ അപ്പോൾ പ്രതികരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെൻസിബിലിറ്റി അവർക്കില്ല എന്ന് നമുക്കറിയാം. കാരണം നമ്മളുടെ നാട്ടിൽ ഈ സർക്കാർ അറിയിപ്പുകളൊക്കെ പറഞ്ഞാൽ വെറും സർക്കാർ അറിയിപ്പുകൾ മാത്രമാണ്. അതിൽ കൂടുതൽ യാതൊരു പ്രാധാന്യം അവർ കൊടുക്കില്ല. പല സമയത്തും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പേമാരി വരുന്നു എന്നൊക്കെ പറഞ്ഞ് സന്ദേശം കിട്ടും. പേമാരിയുമായിട്ട് മാരി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആളുകൾക്ക് ഇതിനുള്ള വിശ്വാസം വളരെ കുറവാണ്. സർക്കാർ മുറ പോലെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ്. അത് പക്ഷെ മാറേണ്ട സമയം കഴിഞ്ഞു. പ്രളയകാലത്ത് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് വളരെ ശാസ്ത്രീയമായിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മറ്റുമൊക്കെ നൽകുന്ന മുന്നറിയിപ്പുകൾ ജനങ്ങളത് കേൾക്കണം, അതിനനുസരിച്ച് ജനങ്ങൾ പ്രവർത്തിക്കണം. പക്ഷേ ജനങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അതിന് ഭരണകൂടത്തിൻ്റെ സഹായം ആവശ്യമാണ്. ഭരണകൂടം അവർക്കൊപ്പം നിൽക്കുക, ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ മറ്റ് അതുമായി ബന്ധപ്പെട്ട ഈ ദുരന്ത നിവാരണ സേന എന്നൊക്കെ പറയുന്ന സംഘങ്ങൾ ഇവർക്കൊപ്പം നിന്ന് ഇവരെ മാറ്റേണ്ടത് ആവശ്യമാണ്. അത് പക്ഷേ ഒരിക്കലും നടക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ആ ഉരുൾപൊട്ടലിന് മുമ്പ് തന്നെ അവിടെയുള്ള ആദിവാസികളായിട്ടുള്ള ആളുകളും നാട്ടുകാരും ഒക്കെ പറഞ്ഞിരുന്നു ഇത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ആരെങ്കിലും അത് കേട്ടോ? ആരെങ്കിലും കേട്ടില്ല. കാരണം വെച്ചാൽ ഇവരൊക്കെ പറയുന്നത് കേൾക്കേണ്ട കാര്യമെന്ത് എന്നായിരിക്കും അവരന്വേഷിക്കുന്നത്. മാത്രമല്ല മനുഷ്യൻ്റെ ഒരു മൗലിക സ്വഭാവമാണ്. ആ മൗലിക സ്വഭാവം എന്ന് പറയുന്നത് അവനുണ്ടാക്കിയ ഭൂമിയായാലും അവനുണ്ടാക്കിയ വീടായാലും അവനുണ്ടാക്കിയ ആടിൻ്റെ തൊഴുത്തായാലും കോഴിക്കൂടായാലും അതൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല. അതവനെങ്ങനെ കെട്ടിപ്പിടിച്ച് അതിൻ്റെ ഒപ്പം ചാവാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് പല ഘട്ടങ്ങളിലും നമ്മൾ കാണുന്നത്. വള്ളം, ഇപ്പോൾ വള്ളമൊക്കെ ഇതുമാതിരി തന്നെ വലിയ ഓളങ്ങളിലും ഓളപ്പരപ്പിലൊക്കെ പെടുന്ന സമയത്ത് ഈ വള്ളത്തിൽ പോയ തൊഴിലാളി, വള്ളത്തിൻ്റെ ഉടമയായിട്ടുള്ള ആൾ, അയാളുടെ ജീവൻ സംരക്ഷിക്കാനല്ല ശ്രമിക്കുന്നത്. വള്ളം എങ്ങനെ സംരക്ഷിക്കാൻ പറ്റുമെന്നാണ് നോക്കണം. ഇത് മനുഷ്യൻ്റെ മൗലികമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി സെൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന, അത് അവൻ്റെ സ്വന്തമാണ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. ഇത് തന്നെയാണ് ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നതായിട്ടുള്ള ആളുകൾ ഇതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോകുമെന്നും ഉരുൾ പൊട്ടുമെന്നും അവർക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ പോലും അവരെ അതിൻ്റെ തൂണിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് അവസാനം എന്ത് ചെയ്യും, മരണത്തിലേക്ക് പോകുന്ന കാഴ്ച. ഇത് മാറ്റാൻ, ഇതിനെ മറികടക്കേണ്ട ആവശ്യമാണ്. ഈ മെൻ്റൽ സ്പേസിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. ആരാണ് ചെയ്യേണ്ടത്? അത് സർക്കാരാണ് ചെയ്യേണ്ടത്. സർക്കാർ ചെയ്താൽ മാത്രമാണ് ആ മാറ്റം ഉണ്ടാവുള്ളൂ. സർക്കാർ ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ സർക്കാർ സംവിധാനമല്ല ഉദ്ദേശിക്കുന്നത്. ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ പ്രദേശത്ത് ചെന്ന് അവിടുത്തെ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ നിർബന്ധിച്ച് ആ സ്ഥലത്ത് നിന്ന് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തണം. എങ്കിൽ മാത്രമേ അവരുടെ ജീവൻ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവരുടെ വീട് സംരക്ഷിക്കാൻ പറ്റില്ല, അവരുടെ അന്നദാനങ്ങൾ സംരക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ബന്ധപ്പെട്ട ഒരു കാര്യവും സംരക്ഷിക്കാൻ കഴിയില്ല. കാരണം അത് പ്രളയം എടുത്തുകൊണ്ട് പോകും. അപ്പം ജീവനാണ് പ്രധാനപ്പെട്ടതെന്നും തൽക്കാലം നിങ്ങൾ ജീവനെ സംരക്ഷിച്ച് മാറി നിൽക്കുകയെന്നും പറയാനും നിർബന്ധിക്കാനും ഒപ്പം നിൽക്കാനും ദുരന്ത നിവാരണ സേവയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും മറ്റ് ജനങ്ങളും ജനക്കൂട്ടങ്ങളും ഇതിൻ്റെ കൂടെ നിന്നാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് വെറുതെ മുന്നറിയിപ്പുകൾ, ജാഗ്രതാ സന്ദേശങ്ങൾ, അലർട്ടുകൾ ഒരു കാര്യമില്ല. വെറുതെ ആളെ പറ്റിക്കാൻ മാത്രമാണ് അത് ഉപകരിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈ കഴുകി മാറാൻ, പീലോത്താസായി മാറാൻ വേണമെങ്കിൽ ഈ കാര്യങ്ങൾ ഉപയോഗിക്കാം. ഞങ്ങൾ അലർട്ട് നൽകിയില്ലേ, ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയില്ലേ, നിങ്ങൾ എന്തേ കേൾക്കാതിരുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ശബ്ദമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് കേരളത്തിൽ മാറ്റം വരുത്തേണ്ടത്. ആ പരിപാടി മാറ്റിക്കൊള്ളണം എന്നാണ് ഞാൻ പറയുന്നത്.